അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ബറാഅത്ത് ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളൊക്കെ നോമ്പുകാരാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെയൊക്കെ കൂടുതൽ അടുക്കാൻ, നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ദിനത്തിലൊക്കെ അധികരിപ്പിക്കാൻ പറഞ്ഞ കുറച്ച് ദിക്റും സ്വലാത്തുമൊക്കെ ചൊല്ലി ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആരക്കാം. ഇതൊക്കെ പണ്ട് മുതലേ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരൊക്കെ ചൊല്ലിക്കൊണ്ട് വരുന്നതാണ്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. നമ്മുടെ സദസ്സിനെ അള്ളാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ഒന്നിച്ച് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. നമ്മൾ ഇനി അടുത്ത ദിക്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് പറയുക. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്.
يا حي يا قيوم برحمتك أستغيث 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 അൽഹംദുലില്ലാ നമ്മൾ ചൊല്ലിയ ദിക്റിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഈ വീഡിയോയ്ക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. വേറൊന്നുമല്ല, നമ്മളൊരു ഒരാഴ്ച മുമ്പ് ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അർത്ഥസഹിതം പറയുന്നൊരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. എൻ്റെ പൊന്നുസ്താദെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണമെന്നല്ല പറയുന്നുണ്ട്, പിന്നെ ഇത് തന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതാണ്, ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം. കാരണം ഒരുപാട് പേര് അൽഹംദുലില്ലാ വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റായി എഴുതിയവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്, ഉസ്താദ് പല സമയത്തും പല നിസ്കാരത്തിലും ഞങ്ങളിത് ശ്രദ്ധിക്കാറ് പോലുമില്ല, പക്ഷേ ഉസ്താദ് പറഞ്ഞപ്പോൾ ആ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ നിസ്കാരത്തിലെ തെറ്റുകളൊക്കെ പരിഹരിച്ചിട്ട് റമദാനിലൊക്കെ നല്ല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കണം. നമ്മൾ
നിസ്കാരത്തിൻ്റെ തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം തന്നെ ജനിച്ചത് മുതലേ നമ്മൾ വജ്ജഹത്ത് ഓതുന്നവരാണ് അല്ലേ, ഫാത്തിഹ ഓതുന്നവരാണ്. അതുപോലെ തന്നെ സുബ്ഹാൻ റബ്ബിൽ അലാ വബിഹംദിഹി, സുബ്ഹാൻ റബ്ബിൽ അലീം വബിഹംദിഹി, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം വല്ലതും അറിയോ? അർത്ഥം അറിയാതെ ചുമ്മാ അടിച്ചുവിടുക അല്ലേ. അപ്പോൾ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പറ്റിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നിസ്കാരത്തിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് കാണണമെന്ന് പറയുന്നത്. നിസ്കാരത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ വരുത്തുന്ന പല തെറ്റുകളും എങ്ങനെ തിരുത്തണമെന്ന് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ആ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വീഡിയോ തുടർന്ന് കാണാം. അത് ശ്രേഷ്ഠമായ മറ്റൊരു ദിക്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റുപറയുന്ന തവക്കുലാക്കുന്ന ദിക്റാണ്. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, 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 ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ.
അൽഹംദുലില്ലാ നമ്മൾ ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു അല്പം സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. നമ്മുടെ സ്വലാത്ത്, നമ്മുടെ ദിക്ർ എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും നീ കബൂലാക്കണേ റഹ്മാനെ. ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, സ്വലാത്തുകൾ പറഞ്ഞു. പറഞ്ഞതിലും ചൊല്ലിയതിലും എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ അത് നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു പടച്ചവനിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരും മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്തിലേക്ക് വരേണ്ടവരാണല്ലോ. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സിനെ നീ ആഫിയത്തോടുകൂടി ദീർഘിപ്പിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ റിസ്ക്കിൽ നീ വിശാലത നൽകണേ അല്ലാഹ്. ജീവിത വിഭവത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ റഹ്മാനെ. മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് നല്ല മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. ഈമാനോടുകൂടിയുള്ള സലാമത്തായ മരണം നൽകണേ അല്ലാഹ്. റഹ്മാനെ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. എല്ലാ പ്രയാസ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാഹ്. എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ റഹ്മാനെ. രോഗികളായ ഒരുപാട് പേരുണ്ട്, ചികിത്സയിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ, പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. സൂര്യാഘാതം ഏൽക്കുന്ന കാലമാണ്. റബ്ബേ, ഞങ്ങൾ എല്ലാവരെയും എല്ലാ രോഗങ്ങളെ തൊട്ടും അസുഖങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും കാക്കണേ റഹ്മാനെ. അല്ലാഹു, ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ്, സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് സഹോദരന്മാർ വീടില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഒരുപാട് പേര് വീട് പണി നടക്കുകയാണ്. ഈ വിനീതൻ്റെ ഉൾപ്പെടെ വീട് പണി നടക്കുകയാണ്. എല്ലാവരുടെയും വീട് പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും വിവാഹങ്ങൾ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, പരീക്ഷാ കാലമാണ്. ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. കഞ്ചാവിൻ്റെ, കള്ളുകുടിയുടെ, മറ്റ് മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ അടിമകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളൊക്കെ മരിച്ചു ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പ്രതിസന്ധികളിലൂടെ കള്ളക്കേസിൽ പെട്ടുപോയവരുണ്ട്, അത് നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അഭിമാനം നൽകണേ അല്ലാഹ്. ബറാഅത്തിന്റെ പുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളിലെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതാണ് പരിശുദ്ധമായ റജബിൽ. ആ റജബ് മാസം ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു. റജബിൽ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധമായ ശഅബാന് ഞങ്ങൾ പരമാവധി അമലുകൾ ചെയ്യുന്നുണ്ട്, അത് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരും റമളാനിനെ കാത്തിരിക്കുകയാണ്. റമളാനിനെ പ്രയോജനപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് വീഡിയോകൾക്ക് താഴെ കമൻ്റായി ഒരുപാട് ദുആ വസിയത്ത് എഴുതിയിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്താണ് എഴുതിയതെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാം. അല്ലാഹുവേ പടച്ചവനെ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. ഖൈറാത്തുകൾ നീ അടുപ്പിച്ച് നൽകണേ അല്ലാഹ്. ഉംറക്ക് പോവാൻ, ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അത് വേഗത്തിൽ നിർവഹിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
അല്ലാഹു പടച്ചവനെ അമലുകളെല്ലാം സ്വീകരിച്ച് ഞങ്ങളിൽ നിന്നും മഖ്ബൂലും മബ്റൂറുമായി നിന്റെ അടുക്കലേക്ക് വരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിശുദ്ധമായ റമദാൻ വരികയാണ്. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റജബ് കഴിഞ്ഞുപോയ ശഅബാനിലാണുള്ളത്, എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മൾ ഓതിയിട്ടുള്ള ദിക്റും സ്വലാത്ത് എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആഇനെ കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, കുറച്ചു മുമ്പ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം സംസാരിച്ചു. നമസ്കാരത്തിൽ നമ്മളറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം, നിസ്കാരത്തിൻ്റെ A-Z കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ ദിക്റുകളുടെ ദുആകളുടെ സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ഒരു വീഡിയോ, ആ വീഡിയോനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ വീഡിയോയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, അതേ ഇവിടെ നോക്കിയാൽ എൻഡ് സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമദാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.